പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന കാര്യം അതിനെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ. അപ്പം അത് അദ്ദേഹം പോയി കഴിഞ്ഞിട്ടും അതങ്ങനെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഇത്രയധികം ഓർത്തിരിക്കുക, അതായത് ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ പോലും ഒന്നും മറക്കത്തില്ല. ആ ലാസ്റ്റ് മൂമെന്റ് വരെ എന്നെ നോക്കി നിന്ന ആ ഭാഗം പോലെ ഞാൻ ഇന്നും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുക. പോകാൻ നേരത്തെ അവസാനം പോകാൻ നേരത്ത് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നിട്ട് ഇതെന്തോ ഇങ്ങനെ പതിവില്ലാതെ അങ്ങനെ നോക്കി നിൽക്കത്തില്ല പുള്ളി. ഞായറാഴ്ച പോകുന്നതിൻ്റെ അന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി ചോദിച്ചു എന്തുവാ അത് ചോദിച്ചു. ഇല്ല ഞാൻ പോയിട്ട് സുക്കുട്ട പോയിട്ട് വരാന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ആ വേടാ പറഞ്ഞു. സുക്കുട്ട പോയിട്ട് വരാം, വെളുപ്പിനെ വരാവേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ ഒരു മൊമെന്റ് പോലും ആദ്യ ജീവിതത്തിൽ ഫസ്റ്റ് കാണുന്ന ആ മൊമെന്റും ആ ഡ്രസ്സ് വരെ ഞാൻ ഓർത്തിരിക്കുക. കിച്ചു സുചേട്ട ഡ്രസ്സ് വരെ ആദ്യമായിട്ട് ഇവരെ കാണുക. ശ്വാസം എന്ന് പറയുന്ന ഇവിടെ അപ്പാർട്ട്മെന്റിൽ താഴെ എന്നെ നോക്കി നിൽക്കുക രണ്ടുപേരും. ആ ഒരു മൊമെന്റ് തൊട്ട് ലാസ്റ്റ് സുചേട്ടൻ പോകുന്നോടം വരെയുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, സ്നേഹിച്ചിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ മറന്നു പോകാത്തത്. അതെ 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 അതുകൊണ്ടായിരിക്കും അയാളുടെ വാവുട്ടാന്നുള്ള വിളി പോലും അതിനൊരു വേരിയേഷൻ ഉള്ള വിളിക്ക് അതുവരെ എനിക്ക് ഇപ്പോഴും അറിയാം. നമുക്ക് കാതിൽ കേൾക്കാതെ ഇതുവരെ ഓർക്കാൻ കാരണം എന്താ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്നേഹിക്കാത്ത ഒരാളുടെ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും? അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കരയാൻ വേണമെങ്കിൽ 1 വർഷം മുഴുവൻ കരയാം. ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കരയാം. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യൻ സുധിച്ചേട്ടനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഞാൻ ഈ പറയുന്ന എല്ലാം ഞാൻ കാണിക്കാം. വീട്ടിൽ ഇരുന്ന് കരയാം, വെള്ള സാരി കൊടുത്തോട്ട് കരയാം. ഇവരാരെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണിത്. പിന്നെ എന്തിനാണ് ഈ കിടന്ന് പറയുന്നത് ആൾക്കാർ?